ഹലോ, നല്ലൊരു സിമ്പിൾ ആൻഡ് ഈസി രസം നോക്കിയാലോ. രസം ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തത് തക്കാളി ഞാൻ 2 എടുത്തുള്ളൂ. പിന്നെ ആവശ്യത്തിന് മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്യണം. കറിവേപ്പില, പിന്നെ പുളി ഞാൻ വെള്ളത്തിൽ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ തട്ക ചെയ്യാനായിട്ട് കടുക്, ഉഴുന്ന്, പരിപ്പ്, ഡ്രൈ ചില്ലി. പിന്നെ രസം പൗഡർ ചേർക്കാനായിട്ട് ഞാൻ പുറത്തുനിന്ന് പൗഡറൊന്നും വാങ്ങിച്ചില്ല. പകരം ജീരകം, കുരുമുളക്, വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ ക്രഷ് ചെയ്തത് ചേർക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം സ്റ്റൗവിൽ ഒരു പാത്രം വെക്കണം. അതിലാവശ്യത്തിന് ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് വറവിടാനുള്ളതെല്ലാം ചേർക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ചേർക്കാം. തക്കാളി നല്ലോണം കുക്കാവണം, നല്ലോണം വെന്ത് സോഫ്റ്റ് ആവണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുരുമുളക് ഇടുന്നത് കൊണ്ട് മുളക് പൊടി ചേർക്കാറില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ അസഫോട്ടി ഫസ്റ്റിലിടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച പുളി വെള്ളം മാത്രമായിട്ട് ഇതിലേക്ക് ചേർക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പെപ്പർ, വെളുത്തുള്ളി ആൻഡ് ജീരകം പൗഡർ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഒന്നുകൂടി ചേർക്കുക. ഫൈനലി മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ രസം റെഡിയായി കഴിഞ്ഞു. രസം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി.
നമുക്ക് ഓഫാക്കിയിട്ട് സെർവിങ് ബൗളിലേക്ക് എടുക്കാം. ഇപ്പോൾ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you so much for watching. See you in next video. Bye bye.